കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ നായാടംപൊയിലിലെ കാപ്പിത്തോട്ടത്തിന് പിറകിൽ റിട്ടയർഡ് കോളേജ് അധ്യാപകൻ മാത്തുണ്ണിയുടെ വിയർപ്പും സാമൂഹിക പ്രതിബദ്ധതയുമാണ്. മമ്പാട് ഇമ്മീസ് കോളേജിൽ നിന്നും വിരമിച്ച ശേഷമാണ് മാത്തുണ്ണി മാഷ് കാപ്പിക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. റെക്കോർഡ് വില കൂടി ലഭിച്ചതോടെ കാപ്പിക്കൃഷിയുടെ നേട്ടങ്ങളാണ് ഈ മുൻ അധ്യാപകന് പറയാനുള്ളത്. തേയില കൃഷിയിലേക്ക് ഇറങ്ങാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 3300 അടിയോളം ഉയരത്തിലുള്ള നായാടംപൊയിലിലെത്തിയപ്പോഴാണ് തേയില വേണ്ട കാപ്പിക്കൃഷി മതിയെന്ന തീരുമാനം മാത്തുണ്ണി മാഷ് എടുത്തത്. കോളേജിൽ നിന്ന് വിരമിച്ച ശേഷം 5.5 ഏക്കർ സ്ഥലം വാങ്ങിയതിൽ 5 ഏക്കറും കാപ്പിക്കൃഷിയാണ്. ബാക്കിയുള്ള 50 സെന്റിൽ ഇക്കോ സൗഹൃദ റിസോർട്ടും നിർമ്മിച്ചു. നല്ലൊരു കർഷക മനസ്സുള്ള മാത്തുണ്ണി മാഷ് കൃഷിയിടത്തിൽ ഇപ്പോൾ സജീവമാണ്. കാപ്പിക്കൃഷിക്കൊപ്പം 1000-ഓളം ഓറഞ്ച് തൈകളും ഈ കൃഷിയിടത്തിലുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ മാഷിന്റെ തോട്ടത്തിൽ ഓറഞ്ചും കായ്ച്ചു തുടങ്ങും. ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയുള്ള പ്രദേശമായതിനാൽ കാപ്പി ഓറഞ്ച് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിതെന്നും മാത്തുണ്ണി മാഷ് പറയുന്നു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാപ്പിക്കൃഷിയുള്ളതും ഇവിടെ തന്നെ. കാപ്പിക്കുരുവിന് കിലോയ്ക്ക് നിലവിൽ 250 രൂപ മുതൽ 260 രൂപ വരെ വിലയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലെ കടയിലാണ് കാപ്പിക്കുരു നൽകുന്നത്. 100 വർഷത്തിലേറെ ആയുസുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും. വന്യമൃഗശല്യമേൽക്കാത്ത കൃഷിയാണിതെന്നാണ് മാഷിന്റെ ആശ്വാസം. കാപ്പിക്കൃഷിയെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇദ്ദേഹം സംരക്ഷിക്കുന്നത്. കൃഷി നൽകുന്ന സംതൃപ്തിയൊന്ന് വേറെ തന്നെയാണെന്ന് മാത്തുണ്ണി മാഷ് പറയുന്നു. ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് കാപ്പിക്ക് നല്ല അനുകൂലമാണ്. ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല ഈൽഡാണ്. ഈ വർഷവും നല്ല ഈൽഡാണ്. പുറമെ മറ്റുള്ളിടത്തൊക്കെ അത്ര വലിയ ഈൽഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് തീരെ മോശമൊന്നുമല്ല. ഈ വർഷം അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ കൃഷിയെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇക്കോ സൗഹൃദ വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കി സാമൂഹ്യ പ്രതിബദ്ധത കൂടി നിർവഹിച്ചിട്ടുണ്ട് മാത്തുണ്ണി മാഷ്. കർഷകൻ മാത്രമല്ല, നല്ലൊരു സഞ്ചാരി കൂടിയായ ഈ റിട്ടയർഡ് പ്രൊഫസർ 40 രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.